കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഈ മാസം 26 വരെ ഇടിക്ക് മുന്നിൽ ഹാജരാകില്ലെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. തെരഞ്ഞെടുപ്പ് തിരക്കുകൾ കാരണം ഹാജരാകാൻ കഴിയില്ല എന്ന് ED അറിയിച്ചു. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPIM-ന് മേൽ നീക്കങ്ങൾ സജീവമാക്കുന്നുണ്ട് ED. MM വർഗീസിന് ഇന്ന് ഹാജരാകണമെന്നുള്ളതായിരുന്നു നേരത്തെയുള്ള നിർദ്ദേശം. പക്ഷേ ഹാജരാകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. 26-ാം തീയതിയും ഹാജരാകില്ല എന്ന് അറിയിക്കുന്നു. എന്താണ് CPIM ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നത്? ED-യുടെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും സൂരജ്? കരുവന്നൂർ കേസിൽ ED നീക്കങ്ങൾ സജീവമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിരോധവുമായി CPIM ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ മാസം 26-ാം തീയതി വരെ ഹാജരാകാൻ കഴിയില്ലെന്ന് കാണിച്ചുകൊണ്ടാണ് CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇപ്പോൾ ED-ക്ക് കത്ത് നൽകിയിരിക്കുന്നത്. TK സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു MM വർഗീസിന് ED നോട്ടീസ് നൽകിയിരുന്നത്. കരുവന്നൂർ ബാങ്കിൽ CPIM-ന്റെ അനധികൃത അക്കൗണ്ട് വഴി കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന ആരോപണത്തിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു MM വർഗീസിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ചാലക്കുടി അതുപോലെ തന്നെ ആലത്തൂർ, തൃശൂർ മണ്ഡലങ്ങളുടെ ചുമതലയുള്ളതിനാൽ നാമനിർദ്ദേശ പത്രിക അടക്കം സമർപ്പിക്കേണ്ടതിന്റെ തിരക്കുകളുണ്ട്. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലയെല്ലാം ഉള്ളതിനാൽ 26-ാം തീയതി വരെ, അതായത് തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ എത്താൻ കഴിയില്ല എന്നൊരു കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED-യുടെ തുടർ നീക്കങ്ങളും സജീവമാണ്. ഈ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയ നോട്ടീസിനെ തുടർന്ന് ഇന്ന് ഹാജരാകാത്ത പശ്ചാത്തലത്തിൽ ED വീണ്ടും നോട്ടീസ് നൽകാൻ തയ്യാറെടുക്കുന്നു എന്ന സൂചനകൾക്കിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മറുപടിയുമായി MM വർഗീസ് തന്നെ ED-യെ സമീപിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഇതിന്റെ തുടർ നടപടികൾ ED സ്വീകരിക്കുക എന്നതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അതോടൊപ്പം തന്നെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ CPIM നേതാക്കൾക്ക് ഇന്നലെ ED നോട്ടീസ് നൽകിയിരുന്നു. ഇതിന്റെ കരുവന്നൂർ കേസിൽ CPIM നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അംഗമായിട്ടുള്ള PK ഷാജൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അതോടൊപ്പം തന്നെ PK ബിജു തുടങ്ങിയവർക്ക് ഇന്നലെ നോട്ടീസ് നൽകിയിരുന്നു. അവരും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഹാജരാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ CPIM വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. TK. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്.